ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെറിയ വീഡിയോയിലേക്ക് പോയാലോ. നല്ല ചൂര മീനാണ് കിട്ടിയിട്ടുള്ളത്. അത് വെക്കാൻ വേണ്ടി പോവാണ്. വൈകുന്നേരത്തേക്ക് രാത്രിയിലേക്ക് ഇനി കുടംപുളി വേണം, ഇഞ്ചി വേണം, കരിയാപ്പല, വെളുത്തുള്ളി, പച്ചമുളക്, ഉലുവായും കടുകും കിട്ടാലോ. കരിയാപ്പല അധികം വേണം, ഇഞ്ചി വേണം കൂടുതലായിട്ട്. ഉലുവായും കടുകും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇട്ടതിലേക്ക് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, കാരണം ഇതെല്ലാം കാണാൻ പറ്റില്ല. ഇഞ്ചിയും പച്ചമുളകും കുത്തിയിടണം, ഇടിച്ചിടണം, അല്ലെങ്കിൽ ചതച്ചിടണം എന്നൊക്കെ പറയും കേട്ടോ. അത് വേണ്ടിയിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് ഉലുവ ആണ് പ്രധാനപ്പെട്ടത്. ഉലുവ നല്ലതാണ്, കൂടുതൽ ഇഞ്ചി. നമ്മുടെ നാടൻ മീൻ കറി ഉണ്ടല്ലോ, എന്ത് രസമാണ് കൂട്ടാൻ. കുടംപുളിയൊക്കെ ഇട്ട് വെച്ച കറിയുണ്ട്, നല്ല രസമായി കൂട്ടാൻ. അതിലേക്ക് കൂടുതലും 3 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, അതാണ് ഞാൻ ചേർക്കുന്നത്. അധികം മല്ലിപ്പൊടി മീനായാൽ രസമില്ല, വേറൊരു ചുവയൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് നല്ലൊരു മൂത്ത് നല്ലൊരു ബ്രൗൺ കളറാണ്, എന്നാലാണ് കറിയുടെ രസം. അതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഈ കുടംപുളിയാണ് നമ്മൾ കറിയിൽ ഉപയോഗിക്കുക. അത് നല്ല മീൻ കറി വെച്ചാൽ നല്ലൊരു പുളിയൊക്കെ വേണം, നല്ല ടേസ്റ്റ് കൂട്ടാൻ കുടംപുളി ഇടുക. കുറച്ച് കരിവേപ്പില ഇടുക. കരിവേപ്പില നല്ലവണ്ണം ഇടാൻ നമുക്കിഷ്ടം പോലെ കരിവേപ്പില ഉണ്ട് ഇവിടെ. നല്ലോണം ഒരു പച്ചച്ചവയൊക്കെ മാറുന്നിടം വരെ, എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. അധികം നമ്മളിങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ, അല്ലേ പച്ച വെള്ളം ഒഴിച്ചാൽ രസമുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നല്ലോണം തിളക്കണം. നമ്മുടെ ചൂര ഇവിടെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നല്ല മഴയൊക്കെ കിട്ടി മക്കളെ, നമുക്കിങ്ങോട്ട് നല്ല മഴയൊക്കെ ഉണ്ട്. അതും മഴ പെയ്താലും ഭയങ്കര ചൂടുമാണ്. മിനിഞ്ഞാന്ന് നല്ല ഒരു മഴ പെയ്തു, ഇന്നലെ പെയ്തില്ല, അതിൻ്റെ തലേന്ന് നല്ല മഴ പെയ്തു. ഇന്നൊന്ന് ചെറുതായിട്ടൊന്ന് പെയ്തു പോയി, ചെറുതായിട്ടൊന്ന് പാറിപ്പോയിട്ട്. എന്നാൽ ചൂട് കൂടുതൽ, എമ്മാതിരി ചൂടാണെന്നറിയോ, ഭയങ്കര ചൂടാണ്. ചൂട് സഹിക്കാൻ പറ്റൂല ആർക്കും. മഴയാണെങ്കിൽ അത് മഴയാണെന്ന് പറയും. അങ്ങനെ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് തിളച്ച് നല്ല വറ്റി വരണം. വലിയ വെളുത്തുള്ളിയാണ് കിട്ടിയത്, പൊളിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഭയങ്കര വെളുത്തുള്ളി ഒന്ന് വാങ്ങിയതാണ്. എല്ലാത്തിനും തീ പൊള്ളുന്ന വിലയാണിപ്പം. അങ്ങനെ നമ്മുടെ കറി നല്ല വൃത്തി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക്
നമ്മുടെ മീൻ പറക്കിയിടാം. മീൻ ഇടാം. രാത്രിയിലേക്കുള്ള മീൻ കറിയാണ്. ഇപ്പം സമയം 5:30 ആയെന്ന് തോന്നുന്നു. വരുവായി നിസ്കരിക്കാനായി. വേഗം കറിയും വെച്ച് പോയി നിസ്കരിച്ചാൽ പിന്നൊന്നറിയണ്ട. എല്ലാവരും വെക്കേഷൻ്റെ അവധിക്ക് എവിടെയൊക്കെ ടൂറ് പോകുന്നു? എല്ലാവർക്കും ടൂറ് പോകാൻ പറഞ്ഞിരിക്കുക അല്ലേ? ടൂറ് പോകണം. മക്കൾക്ക് പഠിക്കാനുണ്ട്. ഇത്ര നാളും പഠിച്ചില്ലേ? 1 വർഷമല്ലേ? പിന്നെന്താ എപ്പോഴും കുട്ടികൾക്ക് എന്ന് വിചാരിക്കും. കുട്ടികൾക്ക് പഠിക്കാൻ വേണം. ട്യൂഷൻ പോകേണ്ടവർക്ക് ട്യൂഷൻ പോകാൻ, പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ടൂറ് പോകേണ്ടവർക്ക് ടൂർ പോയി. ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ, ടൂർ പോയാലൊന്നും ഭക്ഷണവും വെള്ളമൊന്നും കിട്ടൂല. അതുപോലെ പണം കൊടുക്കണം. എവിടെയും ഒന്നുമില്ല സംഭവം. അങ്ങനെയുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മീൻ അങ്ങനെ അടിപൊളിയായി. ഇനിയൊന്ന് തിളച്ച് വറ്റി വരണം. അതിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല മീനൊക്കെ കിട്ടിയാൽ അധികം നല്ല കുടംപുളി ഇട്ട് കറി വെക്കുക. അതിൻ്റെ മേലെ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അതേ കറിക്ക് ഒരു രസമുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. കൂടെ വിമർശന അഭിപ്രായങ്ങൾ. ഓക്കെ, ബൈ. നല്ല വീഡിയോ ആയിട്ട് നാളെയും കാണാം.